സോ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ഓർത്തിരിക്കുന്ന കുറച്ച് ടിപ്സാണ് ഇവിടെ പറയുന്നത്. അതായത് പ്രൈം കോസ്റ്റ്, വർക്ക് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് സെയിൽസ്, ഈ 5 കാര്യങ്ങൾ നമ്മൾ അവിടെ ആഡ് ചെയ്യണം. അതിനകത്ത് വരേണ്ട ഐറ്റംസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഓർത്തിരിക്കാനായിട്ട് പ്രൈം കോസ്റ്റിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഈ 3 കാര്യങ്ങളാണ്. ചില ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് മെറ്റീരിയൽസ് ഡയറക്റ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കും. ബാക്കി രണ്ടും തന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വർക്ക് കോസ്റ്റിലേക്ക് വരും. വർക്ക് കോസ്റ്റ് നമ്മൾ പറഞ്ഞ ഫാക്ടറി ഓവർ ഹെഡ്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും സ്ക്രാപ്പ് വാല്യൂ ഓഫ് ഡിഫക്റ്റീവ് വർക്കും ഇത് രണ്ടും ലെസ് ആണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതെല്ലാം ആഡ് ചെയ്യും. അവിടെ ലെസ് ചെയ്യാനൊന്നുമില്ല. പിന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനകത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, ഫിനിഷ്ഡ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്.